നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ, നമുക്ക് ചൂടോടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതും സേമിയ ഫ്രൈഡ് റൈസ്. ദേ വെർമിസെലി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വറുക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്ത് കളർ ചേഞ്ച് ആവുന്നൊരൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിനകത്ത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടോണേ. അപ്പം വേണമെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, ഇപ്പോൾ ഒട്ടിപ്പിടിച്ചൊന്നുമില്ല. ഇത് വെന്തെടുക്കുന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലേക്ക് ഇടണം. എന്നിട്ട് അത് കോരി ഒരു അരിപ്പയിൽ മാറ്റി വെച്ചാൽ മതി. പിന്നെ ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് നമുക്കൊരു മുട്ട ചിക്കി എടുക്കാം. അതേ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാളയും കുറച്ച് ക്യാബേജും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം. അപ്പോൾ നമ്മളിത് രണ്ടും ഇടുന്നുള്ളൂ കേട്ടോ. നമ്മൾ സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഉപ്പിടാഞ്ഞത്. അതിനുശേഷം കുറച്ച് ഒരു മാഗി ക്യൂബ് ഇട്ടാലും മതി, അല്ലെങ്കിൽ മാഗി മസാല, ഫ്രൈഡ് റൈസ് മസാല എന്തെങ്കിലും ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന സേമിയ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ട മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചാൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇതേ അടിപൊളി സേമിയ ഫ്രൈഡ് റൈസ് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.